ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് ആൻഡ് ഫീലിങ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിന്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഈ എനർജി എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ അവരുടെ തോട്ട്സ് മാറും, അവരുടെ ഫീലിങ്സ്, കാര്യങ്ങൾ, ഇമോഷൻസ് ഒക്കെ മാറും. അപ്പം അതാണ് നമ്മൾ ഡെയിലി കറന്റ് തോട്ട്സ് നമ്മൾ എടുക്കുന്നത്, എനർജി എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപേ തേർഡ് പാർട്ടി റിമൂവ് മെത്തേഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്? അവരെന്താണ് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? ആദ്യം തന്നെ എനിക്ക് വന്നത് ജഡ്ജ്മെന്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ട്രൂത്ത് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സത്യം അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഈ റിലേഷൻഷിപ്പിൽ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, രണ്ടുപേരും പിരിഞ്ഞു പോകാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവര് ചിന്തിക്കുന്നുണ്ടാകും ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലംസ് ഇങ്ങനെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ ഇത് ഉണ്ടാകുമോ, ലൈഫ് ലോങ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പിന്നെയും വെറുതെ ആണോ, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ, വീണ്ടും ഒരു യൂണിയൻ വേണോ എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ തോട്ട്സ് പോകുന്നുണ്ട്. ജഡ്ജ്മെന്റ് ആണത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ജഡ്ജ്മെന്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ റിലേറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് വേദന ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു കർമ്മയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഒരു ജഡ്ജ്മെന്റിന്റെ സ്റ്റേജ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലയുന്നുണ്ടെങ്കിൽ അത് ഈ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു ജഡ്ജ്മെന്റിന്റെ ശേഷം മേ ബി നിങ്ങൾ ആൻസർ കിട്ടാതെ അലയുന്നവരാണെങ്കിൽ ഈ ജഡ്ജ്മെന്റിന്റെ ശേഷം നിങ്ങൾക്ക് അതിനുള്ള ഒരു ട്രൂത്ത് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. ഒരു വെയിറ്റിംഗ് എനർജി നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രൂത്ത് അറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ചിന്തകളിലാണ് കൂടുതലായിട്ടും. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. ചില സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങളടുത്ത് തോന്നുകയാണ്. എന്നാൽ കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു സ്നേഹം മാറിപ്പോകും. അതായത് ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിലും കോണ്ടാക്ട് ഇല്ലെങ്കിലും അവർക്കൊരു ടൈം ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം തോന്നും. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ആ ഒരു സ്നേഹത്തിന് എനർജി പോകും. അവരുടെ മൈൻഡ് മാറും. മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പൊ കാണുന്ന പേഴ്സന്റെ മുഖം ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ കാണുന്നത്. ഇപ്പൊ സ്നേഹത്തോടെ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല അവരുടെ ബിഹേവിയർ വരിക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും, ഈ പേഴ്സൺ എന്തെങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. ഒരുപാട് സ്നേഹം അവർക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അവർക്ക് ആ മെമ്മറീസുകളൊക്കെ വരുമ്പോൾ അവർ ഒരു അൺകണ്ടീഷണൽ ലവ് പോലെയാണ്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ളത്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നോൺ സ്റ്റോപ്പ് ഇല്ലാത്ത സ്നേഹം അവർക്ക് സംടൈംസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എംപറർ കാർഡാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ റിലേഷൻഷിപ്പിൽ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് ഇപ്പം. അതായത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് കാരണം ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, ഒരു ഉത്തരം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. സ്ട്രോങ് ഡിസിഷൻ വേണം, അത് അവർ തന്നെ എടുക്കണം എന്നുള്ളത് അവർക്ക് അറിയാം. അവർ തന്നെ എടുക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഹൈറോഫൻ കാർഡാണ്. നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിലിറ്റി ആണ്. ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളിലേക്ക് പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ അതിന് മുൻകൂട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. മാരേജ് തീരുമാനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ
മാരേജ് എന്തെങ്കിലും മുടങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ട് ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയിട്ട് അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ അത് നടന്നു കിട്ടും. അതായത് അവർ ആ തേർഡ് പാർട്ടീസൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരു മാരേജ് പോസിബിലിറ്റി ആൻഡ് റിയൂണിയൻ പോസിബിലിറ്റി ആണ്. ഇത് അവരുടെ തോട്ട്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആക്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ടെമ്പറൻസ്, പല കാര്യങ്ങളും ബൗണ്ടറിയിൽ വെക്കണം. ബൗണ്ടറിയിൽ വെച്ചിട്ട് വേണം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. മീൻസ് അവർക്കൊരു തിരിച്ചറിവ് വരികയാണ്. അതായത് ചില കാര്യങ്ങൾ വെക്കേണ്ടടുത്ത് തന്നെ വെക്കണം. ചിലത് മാത്രമേ ഓപ്പൺ ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലത് മാത്രമേ ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ബാലൻസ് വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. മേ ബി അവർ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം തുടക്കത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം, അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് ഒരു സിറ്റുവേഷൻ വന്നപ്പം അവർക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ അവരുടെ സ്വഭാവം മാറുന്ന സമയത്ത് നിങ്ങൾക്കത് ഹേർട്ട് ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും. അപ്പൊ ഈ പേഴ്സൺ തന്നെ ചിന്തിക്കുന്നുണ്ട് അതിനൊരു അടിവരെ ഇടണം, അല്ലെങ്കിൽ താൻ ചെയ്തൊരു തെറ്റാണത്, ഒരു ലിമിറ്റിൽ വെക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ. നിങ്ങൾ അത്രയും അഡിക്റ്റഡ് ആക്കിയിട്ടുണ്ടാവുക ഈ പേഴ്സൺ തന്നെയായിരിക്കും. മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആക്കിയിട്ടുണ്ടാവുക നിങ്ങൾ തന്നെ ആയിരിക്കും, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആണത്, അവരുടെ റീസൺ ആണ് അവരിങ്ങനെ നിങ്ങളിങ്ങനെ സ്റ്റെക്ക് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ വേദനിക്കേണ്ടി വന്നത്. എന്താണ് അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ്? കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കിങ്ങിന്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. ഒരു ഫെമിനിൻ എനർജി, ഒരു മെയിൽ എനർജിയിലാണ് ഇവർ കൂടുതലായിട്ടും ഇരിക്കുന്നത്, ഒരു മസ്കുലൻ എനർജിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവര് വളരെയധികം ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിങ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് അധികാരം ഉണ്ടാകും, പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എനർജിയിലാണ്. അപ്പൊ അവർക്ക് എന്തും ചെയ്യാം, നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ബ്രേക്കപ്പ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു റിയൂണിയൻ സാധ്യമാക്കാം, കമ്മിറ്റ്മെന്റ് തരാം എന്നൊക്കെയുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പം ഇവരത് ഓവറായിട്ട് തോട്ട്സിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ടെൻഡൻസി അത്രയും കൂടുന്നത്. എന്താണ് ഒരു മെമ്മറീസ്, അല്ലെങ്കിൽ ആ ചിന്തകളിൽ ആ മെമ്മറീസുകളായിട്ട് വരുന്നത് എന്താണ്? നഷ്ടബോധമാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അവരിപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. അതായത് നിങ്ങളെ നഷ്ടമായി, കയ്യിൽ നിന്ന് നഷ്ടമായി. ഇപ്പം ഒരു പാസ്റ്റിലുള്ളത് പോലെയല്ല, പൂർണ്ണമായിട്ട് കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് അവരുടെ ആക്ഷൻസ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത്. ഇനി കിട്ടില്ല, ഇനിയിപ്പോൾ പോയാലും മേ ബി നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാകാം അവരുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നടക്കുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ടെൻഷൻ ആയിരിക്കും, ഇത്രയും നാൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ അല്ലല്ലോ, അപ്പൊ ഇവർ മാറിപ്പോയോ, അല്ലെങ്കിൽ വേറൊരു വ്യക്തി വന്നോ, എന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർക്കുണ്ട്, ഒരു നഷ്ടബോധം വന്നിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. എഗെയിൻ നിങ്ങളടുത്തോട്ട് വരാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ആണ്. ഇവിടെ സാഹചര്യം കൊണ്ടാണ് അവർക്ക് എല്ലാം ബൗണ്ടറിയിൽ വെക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മേ ബി നിങ്ങൾക്ക് അറിയുമായിരിക്കും. എയ്സ് ഓഫ് വാൻസ് ആണ് ഇവിടെ. കൺഫർമേഷൻ ആണ് നിങ്ങളിലേക്ക് എന്നെ തിരിച്ചു വരും എന്നുള്ളത് കൺഫർമേഷൻ ആണ് ഇവിടെ എയ്സ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത്. ഇതൊരു റിയൂണിയൻ കാർഡാണ് ആൻഡ് മാരേജ് പോസിബിലിറ്റി എഗെയിൻ ഞാൻ പറയാണ്. അപ്പം പാസ്റ്റിലെ കാര്യങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, എനിക്കൊരു ചാൻസ് കൂടി തരണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഒരു ചാൻസും കൂടി അവർ തരുമായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അഗെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ റഫായിട്ട് അല്ലെങ്കിൽ ഒരു റൂഡായിട്ട് സംസാരിച്ചാലും അവരൊന്ന് താഴ്ന്ന് സംസാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കും, അല്ലെങ്കിൽ അവർക്കൊരു സെക്കൻഡ് ചാൻസും കൂടി കൊടുക്കും എന്നുള്ള രീതിയിൽ അവർ തോട്ട്സിനെ കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് ചാൻസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ല. പക്ഷെങ്കിൽ എഗെയിൻ നമ്മളുടെ ലൈഫിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എഗെയിൻ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവരുത്. അതിനൊരു ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്യുക. ഇവിടെ എനിക്കൊരു തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ കാണിച്ചു തരുന്നതാണ്. തേർഡ് പാർട്ടി കാർഡ് ഉണ്ട്, പക്ഷെങ്കിൽ ഇത് നിങ്ങളുടെ ഇടയിലെ പ്രശ്നമായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ എന്തായാലും വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്.
അവരത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങൾ എഗെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രേറ്റ് മീൻസ് നിങ്ങൾ അവരുടെ പ്രപ്പോസൽ എഗെയിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളെ ഒന്ന് ഹാപ്പി ആക്കണം, നല്ല രീതിക്ക് സന്തോഷിപ്പിക്കണം, കാണണം എന്നൊക്കെയുള്ള രീതിയിലും ചിന്തിക്കുന്നുണ്ട്. അതായത് അവർ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ വളരെയധികം പ്ലാൻ ചെയ്യാണ് അവരുടെ ചിന്തകളിൽ. അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഇത്രയും നാളില്ലാത്ത ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത്? ഇവര് വളരെയധികം തെറ്റ് നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ പോലും ഇങ്ങനെ പോയ ഒരാളല്ലേ, അല്ലെങ്കിൽ ഇത്ര നാളും ഇല്ലാത്ത ഒരാളല്ലേ, എങ്ങനെ വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അതിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പൊ മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾ സ്വയം ഹീൽ ചെയ്ത് നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, സ്വയം തന്നെ ഹീൽ ചെയ്ത് എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് യൂസ് ചെയ്യുക, അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക. അപ്പൊ അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വേദനിച്ച സമയത്ത് പോലും ആത്മാർത്ഥമായിട്ട് ഇവരെ വേണമെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചേക്കുമ്പോൾ അവർ എഗെയിൻ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുകയാണ്. അപ്പം അതൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം ചതിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് റിയലൈസ് ചെയ്തിട്ടുണ്ട്, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ജഡ്ജ്മെന്റ് കഴിയാനായി എന്നുള്ളതാണ്. അത് കഴിയാനായതിനനുസരിച്ച് നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റം ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പോസിറ്റീവായിട്ട്. മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ ഇനി അവരെ സെക്കൻഡ് ചാൻസ് കൊടുത്ത് ലൈഫിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമായിരിക്കും. കാരണം ആ പേഴ്സൺ ഇപ്പം ഒരു ചീറ്റിംഗ് എനർജിയിലുള്ള ഒരു ലൈഫ് അവർ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ അതിനനുസരിച്ചായിരിക്കാം അവർ നിങ്ങളടുത്ത് ബിഹേവ് ചെയ്യുക. നല്ലതിനെ കിട്ടിയിട്ട് അതിനെ കാണാതെ പോയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവരതിനെ പൊന്നുപോലെ സൂക്ഷിക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ പ്ലാനിങ് എങ്ങനെയാണ് മനസ്സിൽ വരുന്നത്, തോട്ട്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു എനർജി നോക്കുമ്പോൾ അവർ ഇനി കിട്ടുന്നതിനെ നല്ല രീതിക്ക് നോക്കും എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വീകരിക്കണം വേണ്ടുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ എന്ത് പറയുന്നു അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ആക്കുക. യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. പക്ഷെ എസ് ആവുന്നവർ എഗെയിൻ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, ബൗണ്ടറികൾ വെക്കുക. കാരണം മനുഷ്യന്മാരുടെ ഇന്ന് പറഞ്ഞ വാക്കുകൾ നാളെ പാലിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അത് ട്രസ്റ്റ് ചെയ്ത് അതിൽ തന്നെ ഡിപ്പെൻഡഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവനവന്റെ ലൈഫ് സ്പോയിലായി പോകത്തേ ഉള്ളൂ. അപ്പൊ അതെല്ലാം അക്സെപ്റ്റ് ആക്കാനുള്ള രീതിയിൽ വെച്ചിട്ട് വേണം ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴും. കാരണം നമ്മളെ സ്നേഹിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആളെന്ന് പറയുന്നത് നമ്മൾ തന്നെയായിരിക്കും. എങ്ങനെ ചങ്ക് കുറച്ച് തരാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഈ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ കയറി വരുന്ന സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ക്യാരക്ടറുകൾ ചേഞ്ച് ആകും, പറയുന്ന കാര്യങ്ങൾ ചേഞ്ച് ആകും. അപ്പം അക്സെപ്റ്റ് ആക്കാൻ ഓപ്പോസിറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ഒരു ലൈഫിനെ സിമ്പിളായിട്ട് വെച്ചുകൊണ്ട് ഹാപ്പിനെസ്സുകൾ എടുക്കുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. കാർഡ്സിൽ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് പറഞ്ഞതെന്ന് നോക്കാം. 9 ഓഫ് കപ്സ് ആണ്. സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഫോർഗീവ് ചെയ്യുക, മാപ്പ് കൊടുക്കുക, വിട്ടുകളയുക. ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ ആ ഹാപ്പിനെസ്സിൽ നിങ്ങൾ സന്തോഷവതിയായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം ഗൈഡൻസ് തന്നെയാണ്. ക്യൂൻ ഓഫ് വൺസ് ആണിത്. നിങ്ങൾക്ക് ഇപ്പം അവര് അധികാരം കാണിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അധികാരം കാണിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിയോറിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്ട്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക, അത് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് എങ്ങനെ എന്താണെങ്കിലും അത് വിട്ടുകൊടുക്കാതിരിക്കുക. അത് അക്സെപ്റ്റ് ആക്കുന്നവരെ മാത്രം നിങ്ങളുടെ ലൈഫിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു നിങ്ങൾ ഒരു പ്രൈവസി വെക്കുക, എല്ലാ കാര്യത്തിനും ഒരു പ്രൈവസി വെക്കുക. 6 ഓഫ് സോർട്സ് ആണ്. അക്സെപ്റ്റ് ആക്കാൻ തയ്യാറായിരിക്കുക. ലൈഫിൽ വരുന്ന എന്ത് സിറ്റുവേഷൻസും അക്സെപ്റ്റ് ആക്കാൻ തയ്യാറായിരിക്കുക. എംബ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പല ഗുഡ് ന്യൂസുകളും കിട്ടാൻ പോവാണെന്നുള്ളതാണ് യൂണിവേഴ്സ് വരുന്നത്. ഒരു നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊരു അമ്മ കാർഡാണ്, ഫെമിനിൻ എനർജി ആണ്. അപ്പം നിങ്ങൾ ഈ
റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബേബീനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത്. ഞാൻ മുഴുവനായിട്ടും സ്ത്രീ എന്ന് പറയുന്നില്ല. എന്താണോ ആഗ്രഹിക്കുന്നത് വളരെ സ്നേഹത്തോടെയുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കത് ഭയങ്കരമായിട്ടും ഒരു ഫുൾഫിൽമെന്റോടെ വേണം സ്നേഹം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്നേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. പേജ് ഓഫ് സോർട്സ് ആണ്. ഇതൊരു കോണ്ടാക്ട് കാർഡാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടും കോണ്ടാക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. ബ്ലോക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പല പണികൾ നോക്കിയിട്ടും ബ്ലോക്ക് കഴിക്കാതൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് കഴിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് വറി ആവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിനെ സംബന്ധിച്ച് നിങ്ങൾ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ളതാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ലവേഴ്സ് കാർഡാണ്. വളരെ പോസിറ്റീവാണ്. കണക്ഷൻ കാണിക്കുന്നതാണത്. പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ പ്രശ്നങ്ങൾ പോകുന്നത് കുറേ നാളത്തേക്കായിരിക്കും, കുറേ വർഷങ്ങൾക്കായിരിക്കും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ താനെ വരും എന്നുള്ളതാണ്. അത് സോൾവ് ആകും. ഓക്കെ, അപ്പം നന്ദി പറയാം യൂണിവേഴ്സിൻ്റെ അടുത്ത്. ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കാം. ഞാൻ കുറച്ച് കൂടുതലായിട്ട് അതായതും അതുപോലെ തന്നെ അപ്പോൾ എന്നുള്ള വേർഡും യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അടുത്ത വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലൂസ് നോക്കാം. നമ്പർ 21 വന്നിട്ടുണ്ട്, 47, 23. ഇത് നിങ്ങളുടെ ഏജ് ആയിരിക്കാം, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് നമ്പറും ആയിരിക്കാം. ലെറ്റർ ബി വന്നിട്ടുണ്ട്, നമ്പർ 15 വന്നിട്ടുണ്ട്. ലെറ്റർ എഫ്, നമ്പർ 2 വന്നിട്ടുണ്ട്. ലെറ്റർ ജെ, നമ്പർ 50, 43, 42, letter M, number 49, number 46. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ക്ലൂസ് ഇതാണ്. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്ന നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്, ലെറ്റേഴ്സ് വന്നത് കുറവാണ്. കുറച്ച് ക്ലൂസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തേർഡ് പാർട്ടി റിമൂവൽ മെത്തേഡ് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടവർ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ അത് ചെയ്യാൻ നേരമില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റാണ്, വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രൈവസി ഇല്ല, അങ്ങനെയൊക്കെയുള്ള ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക.